ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ കഴിഞ്ഞ മാജിക്ക് ഒരു മാത്ത് മാജിക്കായിരുന്നു. അത് പലർക്കും ഇഷ്ടപ്പെട്ടു. വീണ്ടും ഒരു മാത്ത് മാജിക്ക് കാണിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് നമുക്കൊരു മാത്ത് മാജിക്ക് കൂടെ കാണാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മാജിക്കിലോട്ട് പോകാം. അപ്പം ഇതൊരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു മാജിക്കാണ്. ഇവിടെ ഒരു 12 ഫ്രൂട്ട്സിൻ്റെ പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ പിക്ചറിൻ്റെയും കൂടെ ഒരു നമ്പർ ഉണ്ട്. ഇവിടെ ബനാന 8 ആണ്, സ്ട്രോബെറി 7 ആണ്, ആപ്പിൾ 1 ആണ്. അങ്ങനെ ഓരോന്നിനും ഒരു നമ്പറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മനസ്സിൽ വിചാരിക്കുക, അതിൻ്റെ കൂടെയുള്ള നമ്പറും ഓർത്തിരിക്കുക. ആ നമ്പറിനോട് കൂടി ഞാൻ ഓരോ ബെല്ലടിക്കുമ്പോഴും ഒന്ന് കൂട്ടണം. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഓറഞ്ചാണ് വിചാരിച്ചെങ്കിൽ ഓറഞ്ചിൻ്റെ നമ്പർ 9 ആണ്. ആദ്യത്തെ ബെല്ലിന് 10, രണ്ടാമത്തെ ബെല്ലിന് 11, 12, 13, 14 അങ്ങനെ നിങ്ങളുടെ കൗണ്ട് 20 ആകുമ്പോൾ എന്നോട് നിർത്താൻ പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഏതാണെന്ന് പറയും. നിങ്ങൾ ഏത് ഫ്രൂട്ട്സ് എടുത്താലും നിങ്ങളുടെ 20th നിങ്ങളുടെ കൗണ്ടിൽ ഞാൻ നിങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക്ക്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വിചാരിക്കുക, അതിൻ്റെ നമ്പർ നോക്കുക. ഓക്കെ. ബെൽ കേൾക്കുമ്പോൾ ഓരോ നമ്പർ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. സ്റ്റോപ്പ്. ഓ, ബനാന ആയിരുന്നു. ഓക്കെ. വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ കൊടുക്കാം. വേറെ ഏതെങ്കിലും ഒരെണ്ണം വിചാരിച്ചു. ഇതിനകത്ത് ഏതെങ്കിലും വിചാരിച്ചു. ഓക്കെ. കാഷ്യൂ ആയിരുന്നു. ഇത് വേണം നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഓക്കെ. വേറെ ദൂരെ അകലെയുള്ള ഒരെണ്ണം നോക്കി. വേറെ അതിന് ദൂരെയുള്ളത് നോക്കിയോ? ഞാൻ നോക്കി. ഓക്കെ. സ്റ്റോപ്പ്. ഓക്കെ. ഓറഞ്ച് അല്ലായിരുന്നോ? ഓറഞ്ച്. ഇതാണ് എൻ്റെ മാജിക്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് കാണാം. പക്ഷേ ഇത് നിങ്ങൾ സ്ലോയിൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് മതിയാവില്ല, ഒരിക്കൽ കൂടി കാണേണ്ടതായിട്ട് വരും. എന്നാലും നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്താൽ ഇത് പഠിച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുല ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ല ഒരു റിസൾട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മാജിക്കാണ്. ഒറിജിനലി ഇതൊരു ക്ലോക്കിലെ ഡയലിൽ നമ്പർ വെച്ചിട്ടുള്ള ഒരു മാജിക്കാണ്. ഞാനിത് ഫ്രൂട്ട്സ് വെച്ചൊന്ന് മോഡിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ മാജിക് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ ഡയലിലുള്ള 1 തൊട്ട് 12 വരെയുള്ള നമ്പർ, ആ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് പ്രേക്ഷകൻ വിചാരിക്കുന്നു, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള മാജിക്ക്. അപ്പോൾ ഞാനതൊരു ഫ്രൂട്ട്സ് വെച്ച് മോഡിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ക്ലോക്കിലുള്ള 1 തൊട്ട് 12 വരെയുള്ള സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് വിചാരിക്കാൻ പ്രേക്ഷകനോട് പറയുന്നു. അതിനുശേഷം ഓരോ ക്ലോക്കിൽ ആ സംഖ്യയോടുകൂടി ഓരോ നമ്പർ കൂട്ടാൻ പറയും. ഇപ്പോൾ ഓരോ ബെല്ല് കൊടുക്കുമ്പോഴും ഓരോന്ന് കൂട്ടി അങ്ങനെ കൂട്ടി 20 കൗണ്ട് ആകുമ്പോഴത്തേക്ക് നിർത്താൻ പറയുന്നു. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. 7 ബെല്ല് വരെ നമ്മളൊന്നും ചെയ്യണ്ട. 8ാമത്തെ ബെല്ല് തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. അത് 7 ബെല്ല് കഴിഞ്ഞ് 8ാമത്തെ ബെല്ലാകുമ്പോൾ നമ്മൾ ക്ലോക്കിൽ 12 എന്ന നമ്പറിൽ ചെന്നിരിക്കണം.
പിന്നെ ഓരോ ബെല്ലിനും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് 12 11 10 9 8 ഇങ്ങനെ പുറകോട്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എവിടെയാണോ ബെല്ല് നിൽക്കുന്നത്, 20 എന്ന് പറയുമ്പോൾ ബെല്ല് നിൽക്കും, 20 ആകുമ്പോൾ ബെല്ല് നിൽക്കും, അതായിരിക്കും, ആ നമ്പറായിരിക്കും പ്രേക്ഷകൻ വിചാരിച്ചത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 പ്രേക്ഷകൻ വിചാരിച്ചതെങ്കിൽ ഓരോ ബെല്ല് കേൾക്കുമ്പോഴും പ്രേക്ഷകൻ 4 5 6 എന്ന് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രേക്ഷകൻ്റെ ആദ്യത്തെ ബെല്ല് പ്രേക്ഷകൻ 4 5 6 7 8 9 10. 8ാമത്തെ നമ്പർ വരുമ്പോൾ നമ്മൾ 12ൽ പോകണം. അപ്പോൾ പ്രേക്ഷകൻ്റെ പിന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കും. പ്രേക്ഷകൻ്റെ 11, പ്രേക്ഷകൻ്റെ 11 12 13 14 15 16 17 18 19. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് വന്നുകൊണ്ടിരിക്കുക. 20 വരുമ്പോൾ അത് പ്രേക്ഷകൻ വിചാരിച്ച നമ്പറായിരിക്കും. ഉദാഹരണത്തിന് പ്രേക്ഷകൻ ഇപ്പം 4 വിചാരിച്ചതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഓരോ ബെല്ലിനും പ്രേക്ഷകൻ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. 5 6 7 8 9 10 11. പ്രേക്ഷകൻ്റെ നമ്പർ 11 ആയപ്പോൾ 7 ബെല്ല് കഴിഞ്ഞു. 8ാമത്തെ ബെല്ലിന് നമ്മൾ 12ൽ പോയി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പുറകോട്ട് പോരുക. അപ്പോൾ പ്രേക്ഷകൻ്റെ നമ്പർ 11 ആയി, നമ്മൾ 12ൽ നിൽക്കുകയാണ്. നമ്മൾ 11 10 എന്നിങ്ങനെ പുറകോട്ട് വരും. അപ്പോൾ 10 12 13 14 15 16 17 18 19 20. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 7 ബെല്ല് വരെ നമ്മളൊന്നും ചെയ്യണ്ട. 8ാമത്തെ ബെല്ല് വരുമ്പോൾ നമ്മൾ ക്ലോക്കിൽ 12 എന്ന സംഖ്യയിൽ പോയി നിൽക്കണം. പിന്നെ ഓരോ ബെല്ലിനും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്, 12 11 10 9 എന്നിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ 20 ആകുമ്പോൾ പ്രേക്ഷകൻ നിർത്തും. അപ്പോൾ നമ്മൾ ഏത് ഫിഗറിലാണോ നിൽക്കുന്നത് അതായിരിക്കും പ്രേക്ഷകൻ വിചാരിച്ച നമ്പർ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്ലോക്കിലെ 1 തൊട്ട് 12 വരെയുള്ള സംഖ്യകൾ, അത് 20, ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 20 നിന്ന് 12 പോയി കഴിഞ്ഞാൽ 8 ആണ്. അതുപോലെ 20 നിന്ന് 11 പോയി കഴിഞ്ഞാൽ 9 ആയിരിക്കും. അതുപോലെ 11 നിന്ന് അതുപോലെ 20 നിന്ന് 10 പോയി 10 ആയിരിക്കും. 20 നിന്ന് 9 പോയി 11 ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 12 പ്രേക്ഷകൻ മനസ്സിൽ വിചാരിച്ചെങ്കിൽ 12ൻ്റെ കൂടെ 13 14 15 16 17 18 19 7th. പിന്നെ 8th നമ്പർ തമ്മിൽ 20 ആണ്. അപ്പോൾ 20 നമ്പറിൽ 8th നമ്പറിൽ നമ്മൾ പോകുന്നത് 20ൽ തന്നെയാണ്. 12 എന്ന് പറയുമ്പോൾ 20 ആണ്. പിന്നെ നമ്മളൊന്നും കൗണ്ട് ചെയ്യാറ് 20. അപ്പോൾ 12 എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതുപോലെ 11 പ്രേക്ഷകൻ വിചാരിക്കുന്നതെങ്കിൽ 12 13 14 15 16 17 18 വരെ നമ്മളൊന്നും ചെയ്യേണ്ട. 19ലാണ് നമ്മൾ 12ലോട്ട് പോകുന്നത്. 20 എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് വന്ന് 11ആയി. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രയുള്ള ആദ്യത്തെ 7 ബെല്ല് വരെ നമ്മളൊന്നും ചെയ്യേണ്ട. 8th ബെല്ല് വരുമ്പോൾ നമ്മൾ 12ൽ ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ ബെല്ലിനും പുറകോട്ട് വന്നുകൊണ്ടിരിക്കുക. 11 10 9 എന്നുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ വരിക. പ്രേക്ഷകർ നിർത്തുമ്പോൾ ഏത് നമ്പറിലാണ് തുടങ്ങിയത് അവിടെ ആയിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെർഫോം ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലും പ്രേക്ഷകൻ മാറി മാറി ഏത് നമ്പർ വിചാരിച്ചാലും ഈ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യും, അവിടെ തന്നെ വരും. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ പേര് പറയുമ്പോൾ കുറച്ചുകൂടെ ആൻ ഇഫക്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു മാജിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.